ദദാനാകര പത്മാഭ്യാമക്ഷമാല കമണ്ഡലു ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണീയ അനുത്തമ. നവശക്തിയുടെ രണ്ടാം ദിവസമാണ് ഇന്ന്. ഇന്നലത്തെ പൂജ കൊണ്ട് നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന അന്ധകാരത്തിന് ചെറിയ ഒരു ശമനം വന്നു. അവിടെ നമ്മുടെ മുന്നിലിരിക്കുന്ന ആ നെയ്ദീപം പോലെ തന്നെ ഒരു ദീപം ഇങ്ങനെ കത്തിത്തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് നവശക്തിയുടെ രണ്ടാം ശക്തി അല്ലെങ്കിൽ ദ്വിതീയ അവതാരമായ ബ്രഹ്മചാരിണിയെക്കുറിച്ചാണ് പറയുന്നത്. ദേവി ബ്രഹ്മചാരിണി സ്വാർത്ഥസിദ്ധിക്കും വിജയത്തിനും ആരോഗ്യത്തിനും രോഗനാശകത്തിനും ശോകനാശകത്തിനുമായി അമ്മയെ ആരാധിക്കാം. അപ്പോൾ ഈ രണ്ടാം ദിവസം ഈ പൂജയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പൂജ കൊണ്ട് മറ്റുള്ള പൂജകളെല്ലാം പരമാർത്ഥമാണ്, മറ്റുള്ളവരുടെ അർത്ഥത്തിന് വേണ്ടിയാണ്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കൂടെയാണ് നടത്തുന്നത്, നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്ക്. ഈ പൂജ കൊണ്ട് ഒരു സ്വാർത്ഥ സിദ്ധി, നമ്മളിലേക്ക് ഒരു അലൗകിക ശക്തി കൂടെ കിട്ടും എന്നുള്ളതാണ്. സിദ്ധി എന്ന് പറയുന്നത് അലൗകിക ശക്തി, അത് നമുക്ക് കിട്ടും. നമ്മുടെ എല്ലാ പ്രകാരത്തിലുള്ള മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യോഗിയും സാധകരും സ്വയം മനസ്സിനെ സ്വാധിഷ്ഠാൻ ചക്രത്തിൽ സ്ഥിരപ്പെടുത്തും. മനസ്സിനെ സ്ഥിരപ്പെടുത്തിയിട്ട് തങ്ങളുടെ മനോ ഇച്ഛ പൂർത്തീകരിക്കുന്നു. ബ്രഹ്മ ശബ്ദത്തിൻ്റെ അർത്ഥം തപസ്സെന്നാണ്. ബ്രഹ്മം എന്ന വാക്കിന് തപസ് എന്നർത്ഥമുണ്ട്. ബ്രഹ്മചാരിണി, അതായത് തപത്തിൻ്റെ ചാരിണി. ഒന്നുകൂടെ വിശദീകരിച്ചാൽ, തപസ് ആചരിക്കുന്നവർ ആരോ അവർ ബ്രഹ്മചാരിണി. ഇവിടെ ഇരിക്കുന്ന ഭക്തർ കേട്ടിട്ടുണ്ടാകുമല്ലോ, വേദതത്വം തപോ ബ്രഹ്മം. അതായത് വേദം, തത്വം, അതുപോലെ തപം, ഇതാണ് ബ്രഹ്മം. അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ അർത്ഥമാണ് വേദം, തത്വം, തപം. ബ്രഹ്മചാരിണി ദേവിയുടെ രൂപം ജ്യോതിർമയമാണ്, ഒപ്പം മനോഹരിയാണ്, സുന്ദരമാണ്. ഇവരുടെ വലത് കൈയിലെ ജപമാല, ഇടത് കൈയിലെ കമണ്ഡലവുമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ നാരദൻ്റെ ഉപദേശപ്രകാരം കഠിന തപസ് ചെയ്ത് ശങ്കരനെ പതിയുടെ രൂപത്തിൽ വരിച്ചിരുന്നു. ഈ ഉപാസനയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഉപാസന കൊണ്ട് മനുഷ്യരിൽ തപം, ത്യാഗം, വൈരാഗ്യം, സദാചാരം, സംയമനം, ഒന്നുകൂടെ പറയാം, തപം, ത്യാഗം, വൈരാഗ്യം, സദാചാരം, സംയമനം, ഈ ഭാവങ്ങൾ അമ്മ നൽകുന്നു. അല്ലെങ്കിൽ ഈ ഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അമ്മ സഹായിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ
ദേവി ആരാധിക്കുന്നത് കൊണ്ട് സ്വാർത്ഥസിദ്ധിയും വിജയവും ആരോഗ്യം കിട്ടപ്പോൾ തന്നെ രോഗനാശകമാണല്ലോ ദേവി ആരാധിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാണ്. ഇനി ഈ 2-ാം ദിവസത്തെ ഉപാസന കൊണ്ട് ദേവിയുടെ ബിംബാത്മകമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീകാത്മകമായി ദേവിയുടെ പ്രതീകാത്മകമായ സുന്ദര ദർശനം ഉപാസകന് ലഭിക്കും. ദേവിയുടെ ആ പ്രതീകാത്മകമായ ഒരു ദർശനമാണ്. ദേവിയെ നേരിട്ടുള്ള ദർശനം നമുക്ക് ലഭിക്കില്ല. പ്രതീകാത്മകമായി ദേവിയുടെ ഒരു ദർശനം ചിലപ്പോൾ നമുക്ക് സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിയും. ചിലപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ദേവി നിൽക്കുന്നതായിട്ട് തോന്നും. പ്രതീകാത്മകമായിട്ട് മാത്രമേ നമുക്ക് ദേവി നേരിട്ട് നമ്മുടെ മുന്നിൽ വരുന്നില്ല എന്നുകൂടെ ഓർക്കണം. ഭക്തിഭാവം കൊണ്ട് ചെയ്ത ആരാധന, വളരെ ഭക്തിയോടുകൂടിയാണ് ദേവിയെ നമ്മൾ ആരാധിക്കുന്നുവെങ്കിൽ കുടുംബത്തിൻ്റെ മൊത്തം രോഗവും ശോകവും നശിക്കുന്നു, മാറിക്കിട്ടുന്നു. ഇനി ദേവിയെ നമുക്ക് എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ഈ ദ്വിതീയ ശക്തിയെ ദ്വിതീയ ദിവസം എങ്ങനെ ആരാധിക്കണം? ഏതൊരു ആരാധനയ്ക്കും വേണ്ടത് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നതിന് ഒരു പ്രതിമയോ ഒരു ചിത്രമോ വേണം. മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിവുള്ളവർക്ക്, നിർഗുണ ആരാധന നടത്തുന്നവർക്ക് ഇതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികളൂടെ ഉണ്ട്, അവർക്കും നിർഗുണ ആരാധന സാധ്യമാകുമോ എന്ന് നോക്കണം. ആകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് ബിംബം അല്ലെങ്കിൽ ചിത്രം വേണമെന്ന് പറഞ്ഞത്. ദേവിയുടെ ചിത്രം വെച്ചിട്ട് ചിത്രത്തിന് താഴെ എന്ത് വെക്കണം? ഒരു പലക വെക്കണം. പലകയിൽ ചുവന്ന പട്ട് വിരിക്കണം. ചുവന്ന പട്ട് വിരിച്ചിട്ട് അരി, പച്ചരിയാണ് നല്ലത്, അതിൽ മഞ്ഞൾ പൊടിയും കൂടെ ഇടണം. മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് അതിനൊന്ന് കുഴയ്ക്കണം. ഇപ്പോൾ അരിയുടെ നിറം മഞ്ഞ നിറത്തിലുള്ള അരിയായി. ഈ മഞ്ഞ അരിയുടെ ഒരു കൂമ്പാരം ഈ പട്ടിൻ്റെ മുകളിൽ വയ്ക്കണം. ഇനി പച്ച നിറമുള്ള ഒരു മാല, പച്ചമുത്തുള്ള ഒരു മാല, ആ പച്ചമുത്തുള്ള മാല എടുക്കണം. അതോടൊപ്പം തന്നെ തൻ്റെ കുടുംബത്തിൻ്റെ വ്യക്തികളുടെ ആരോഗ്യത്തിനായി ഗുഡ്ഡിക, നേരത്തെ പറഞ്ഞ അല്ലേ, ഒരു ഉരുള പോലെ, അത് നിങ്ങൾക്ക് ഏത് സങ്കല്പത്തിലും വയ്ക്കാം. ഒരു ഉരുള അവിടെ സ്ഥാപിച്ച് ഭഗവതിയുടെ ദേവിയുടെ ദർശനത്തിനും നിരോഗിതയ്ക്കും, അതായത് രോഗമില്ലാത്ത അവസ്ഥയ്ക്കും വേണ്ടി ആണ് നമ്മളിത് സ്ഥാപിച്ചത്. കയ്യിലെടുക്കേണ്ടത് ചുവന്ന പുഷ്പമാണ്. കയ്യിൽ ചുവന്ന പുഷ്പം എടുക്കണം. കയ്യിൽ ചുവന്ന പുഷ്പം എടുത്തുകൊണ്ട് തൊഴുകയോടുകൂടി, 2 കൈക്കുമുള്ളിൽ ഇപ്പോൾ പുഷ്പം വന്നു കഴിഞ്ഞു, തൊടുകയോടുകൂടി ആ പ്രതിമയിലേക്ക് നോക്കുക. നോക്കിക്കൊണ്ട് ദദാനാഗര പത്മാഭ്യാം അക്ഷമാലകമണ്ഡലം ദേവി പ്രസീദതുമയി ബ്രഹ്മചാരിണ്യനുത്തമ. ദദനാഗര പത്മാഭ്യാം അക്ഷമാലകമണ്ഡലം ദേവി പ്രസീദതുമയി ബ്രഹ്മചാരിണ്യനുത്തമ. ദദനാഗര പത്മാഭ്യാം അക്ഷമാലകമണ്ഡലം ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണി അനുത്തമ. ഈ രീതിയിൽ ദേവിയെ നോക്കി ഈ മന്ത്രം അങ്ങോട്ട് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര പ്രാവശ്യം വേണോ ഈ മന്ത്രം പറയാം. പറയുന്നതനുസരിച്ച് ആ മന്ത്രത്തിൻ്റെ ശുദ്ധി കൂടും, അതനുസരിച്ച് നമ്മൾക്ക് ശക്തിയും കിട്ടും. ഞാനിവിടെ
3 പ്രാവശ്യമാണ് പറഞ്ഞത്. കയ്യിലെടുത്ത പുഷ്പമുണ്ട്. ഈ പുഷ്പം മനോകാമനയുടെ ഗുട്ടിക നമ്മുടെ മുന്നിൽ ഇരിപ്പുണ്ട്. അതിൽ പുഷ്പാഞ്ജലി നടത്തണം. പുഷ്പാഞ്ജലി നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ഈ പറഞ്ഞത് ആ ദേവിയുടെ പാദത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇടുമ്പോൾ ഈ ഗുട്ടികയിൽ കൂടെ എങ്ങനെ തൂവും, അതിൻ്റെ പുറത്തുകൂടെ എങ്ങനെ വീഴും. ഇനി പഞ്ചോപചാര പൂജ, അതായത് ധൂപം, ഗന്ധം, പിന്നെ ദീപം, നിവേദ്യം, ഇങ്ങനെ തുടങ്ങിയുള്ള വസ്തുക്കൾ ദേവിക്ക് സമർപ്പിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ 9 ദിവസവും ഈ നിലവിളക്ക് ജ്വലിച്ചുകൊണ്ടേയിരിക്കണം. അതിപ്പോഴും ജ്വലിക്കണം. ഈ സമയത്ത് വിളക്ക്, ആ ദീപം നല്ലവണ്ണം പ്രജ്വലമായിരിക്കണം. എന്നിട്ട് നേരത്തെ ഒരു മാല, പച്ചക്കല്ല് മാല ഉണ്ടല്ലോ, ആ പച്ചക്കല്ല് മാല എടുത്തിട്ട് ഓരോ മുത്തുമണികൾ ഇങ്ങനെ കറക്കി കറക്കി കറക്കി, ആ മാലയിൽ 108 മുത്തുമണികൾ വേണമെന്നില്ല, 108 പ്രാവശ്യം അതിലെ ഈ മാല ഇങ്ങനെ തിരിച്ച് 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 ഇങ്ങനെ ഓരോ കല്ല് കറക്കി 108 പ്രാവശ്യം ഞാൻ പറയുന്ന മന്ത്രം കണ്ണടച്ചോ അമ്മയെ നോക്കിയോ ഇതിങ്ങനെ ജപിക്കണം. ഇവിടെ തൊഴുകൈ ആവശ്യമില്ല, ജപിക്കുകയാണല്ലോ, ഇതിങ്ങനെ ജപിക്കണം. ഓം ബ്രം ബ്രഹ്മചാരിണ്യൈ നമഃ, ഓം ബ്രം ബ്രഹ്മചാരിണ്യൈ നമഃ, ഓം ബ്രം ബ്രഹ്മചാരിണ്യൈ നമഃ, ഓം ബ്രം ബ്രഹ്മചാരിണ്യൈ നമഃ, ഓം ബ്രം ബ്രഹ്മചാരിണ്യൈ നമഃ. ഈ മന്ത്രം ഇങ്ങനെ ജപിക്കണം. അത് 108 പ്രാവശ്യമാണ് ജപിക്കേണ്ടത്. മാലയിൽ എത്ര മുത്തുണ്ടെന്ന് നോക്കിയിട്ട് ആ ഒരു മുത്തിന് ഒരു 20 മുത്തുണ്ടെങ്കിൽ 5 പ്രാവശ്യം വന്നിട്ട് പിന്നെ ഒരു 8 പ്രാവശ്യം കൂടെ പറഞ്ഞാൽ മതി. 108 പ്രാവശ്യം കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല, കുറയാതിരിക്കാനുള്ള എണ്ണി എണ്ണി ചെയ്യണമെന്നൊന്നുമില്ല. 108 കൂടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ 108 കുറയാതിരിക്കണം. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തിരിക്കണം. ഇനി മന്ത്രമെല്ലാം പറഞ്ഞു തീർന്നു. ഇനി നമ്മളെ മനസ്സിലെ ആഗ്രഹമുണ്ടല്ലോ, അത് ദേവിയോട് അനുനയ വിനയത്തിലോ എങ്ങനെയാണോ, ദീനമായ ഭാവത്തിലോ സന്തോഷത്തിൻ്റെ ഭാവത്തിലോ ശോകത്തിൻ്റെ ഭാവത്തിൽ വേണ്ട, വളരെ വിനയത്തോടുകൂടി ആദരവോടുകൂടി നമ്മൾ ദൈവമായിട്ട് ഏത് ബന്ധമാണോ ഉള്ളത് ആ ബന്ധത്തിൽ ദൈവത്തിൻ്റെ മുന്നിൽ ഉച്ചത്തിലോ അല്ലെങ്കിൽ പതുക്കെയോ മനസ്സിലോ അല്ലെങ്കിൽ ചുണ്ടു പുറത്ത് കേൾക്കാവുന്ന രീതിയിലും, മനസ്സിൽ പറയുന്നതിനേക്കാൾ പുറത്ത് കേൾക്കാവുന്ന രീതിയിൽ പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു, ഒന്ന് പറയണം. പറഞ്ഞിട്ട് ആരതി നൽകണം, ദീപാരാധന നൽകണം. അതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ശ്ലോകം ഞാൻ പറഞ്ഞല്ലോ, ദുർഗാ സപ്തശതി അത് പറയണം. ദുർഗാ സപ്തശതി പറയണം. പറ്റുമെങ്കിൽ ദേവി ഭാഗവതത്തിൻ്റെ കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗമോ വായിക്കണം. കുടുംബത്ത് ഉള്ള എല്ലാവരും ചേർന്നിരുന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ചില സന്ദർഭത്തിലെങ്കിലും ഈ രണ്ടാമത്തെ അവതാരമായ ദേവി ബ്രഹ്മചാരിണിക്ക് പകരം മഹാലക്ഷ്മിയുടെ അവതാരം എന്ന് കാണുന്നുണ്ട്. ആ മഹാലക്ഷ്മിയുടെ അവതാരമാണെങ്കിലും കഥ ദുർഗാദേവിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. മഹിഷാസുരൻ എന്നൊരു രാക്ഷസനുണ്ടായിരുന്നു. അയാൾ സ്വർഗം, ഭൂമി, പാതാളം മൊത്തം കേന്ദ്രീകരിച്ച് ഭരണം നടത്തി എല്ലാവരെയും ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ഈ സമയത്ത് പ്രകൃതിയിൽ നിന്നും ഒരു തേജസ് വന്നു. ആ തേജസ് മഹാലക്ഷ്മിയായി തീർന്നു. ആ ദേവ തേജസ്സാണ്
മഹാലക്ഷ്മി ആയത്. മഹാലക്ഷ്മി ആയിത്തീർന്ന അവർ മഹിഷാസുരനെ കൊന്നു, ത്രിലോകങ്ങളെയും വീണ്ടെടുത്തു. ഇതാണ് ഈ ദേവി മഹാലക്ഷ്മിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിൽ വരുന്നത്. നമുക്ക് എന്തായാലും ബ്രഹ്മചാരിണിയായിട്ട് ദേവി ആരാധിക്കുന്നതാണ് നല്ലത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ.